എനിക്ക് അവൻ പറഞ്ഞതൊന്നും പറയാൻ അറിയത്തില്ല, എന്നാലും എനിക്ക് എൻ്റെ അനുഭവങ്ങൾ പറയാം. എനിക്ക് കുറെ ഫ്രണ്ട്സിനെ ഇവിടുന്ന് കിട്ടി, അതിൽ ഞാൻ കൃതജ്ഞതനാകുന്നു. എൻ്റെ ശോഭ ടീച്ചറിനെ ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുന്നു. ടീച്ചർ എപ്പോഴും പറയുമായിരുന്നു 10 ബിയിൽ ഇതൊന്നും നടക്കത്തില്ല, പക്ഷെ ആ കാര്യങ്ങളൊക്കെ 10 ബി മാത്രമേ നടക്കത്തുള്ളായിരുന്നു. പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സെന്റ് ജോസഫ് എന്ന് വെച്ചാൽ വിരമിക്കൽ മാത്രമല്ല, ഒരുപാട് ഓർമ്മകളുടെ പുതുക്കം കൂടിയാണ്. പറയാനൊന്നും പിന്നെ ഒരുപാട് നിമിഷങ്ങൾ ഒരുപാട് ഓർമ്മകളാവുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം. മുൻപേ പോകുന്നവരുടെ വഴി പുറകെ വരുന്നവർക്ക് മാതൃകയാണ്. സമൂഹം നമ്മളിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് വലിയ സാറ്റിസ്ഫാക്ഷൻ വേറെ ഒന്നിൽ നിന്നും കിട്ടുകയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ 10 ബിയിൽ പഠിക്കുന്നു. എന്റെ 5 വർഷത്തെ സ്കൂൾ അനുഭവം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞാൻ ആദ്യമായി 6ാം ക്ലാസ്സിലാണ് ഈ സ്കൂളിൽ എത്തിയത്. കൊറോണയ്ക്ക് ശേഷം ആദ്യത്തെ വർഷമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു. അതിന്റെ കൂട്ടുകാരെ പരിചയപ്പെട്ടു. സ്കൂളിൽ വരാൻ മടിയായിരുന്നു. പിന്നെ മടിയൊക്കെ മാറി. 6ലും 7ലും ക്ലാസ് ടീച്ചർ മനോജ് സാറായിരുന്നു. പാവമായിരുന്നു. പിന്നെ 7ാം ക്ലാസ്സിൽ ഒരുപാട് ടൂർ പോയിട്ടുണ്ട്. നല്ല യാത്ര അനുഭവങ്ങൾ തന്നു, സമ്മാനിച്ചു. 6, 7 ക്ലാസ്സുകൾ വളരെ പെട്ടെന്നാണ് പോയത്. ഒരുപാട് ഓർമ്മകൾ തന്നിട്ടാണ് പോയത്. പിന്നെ 8ാം ക്ലാസ്സിലായി. 8ാം ക്ലാസ് തൊട്ട് ഇപ്പൊ അതേ ശോഭ ടീച്ചറാണ് ക്ലാസ് ടീച്ചർ. ഒരുപാട് വഴക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നന്നായി പഠിക്കാൻ വേണ്ടിയും നല്ല ശീലങ്ങളോടെ വളരാൻ വേണ്ടിയായിരുന്നു. പിന്നെ ബാക്കിയുള്ള ടീച്ചർമാർ, CB ടീച്ചർ, പ്രിയ ടീച്ചർ, സന്ധ്യ ടീച്ചർ, കുഞ്ചി ടീച്ചർ, അങ്ങനെയുള്ള എല്ലാവരും എന്നെ പഠിപ്പിച്ചു. അവരെന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എന്റെ ജീവിതത്തിൽ വലിയൊരു പങ്ക് നിർവഹിച്ചു. അവരുടെ ഉപദേശങ്ങളെല്ലാം ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് ഞാൻ എഴുതിയത്. അവസാന നിമിഷം ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സ്കൂളിനോടും എന്നെ ഇതുവരെ പഠിപ്പിച്ച എല്ലാ ടീച്ചർമാരോടും എന്റെ കൂട്ടുകാരോടും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയും. ഈ ഒരു വർഷം വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, സന്ധ്യ ടീച്ചർ, വിളിക്കുന്ന അധ്യാപകര് എല്ലാവരും ഒരു പ്രേരണ വന്നു. നമ്മുടെ സ്കൂളിൽ കലാകായിക മേഖലയിൽ നമ്മുടെ സ്കൂളിന് വളരെയധികം വിജയം നേടാൻ സാധിച്ചു. കൂടാതെ ഈ വർഷം എനിക്ക് വളരെ മികച്ചതായിരുന്നു. മറ്റുള്ള ടീച്ചേഴ്സ് എല്ലാവരും വലിയ സപ്പോർട്ടായിരുന്നു. പിന്നെ പറയാനായിട്ട് പ്രത്യേകമൊന്നുമില്ല. ഇന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ളൊരു എന്താ പറയാനൊന്നുമില്ല. ഈ വർഷം ഒരു മികച്ച വർഷമായിരുന്നു എനിക്ക്. ഏറ്റവും ഒത്തിരി സന്തോഷവും സങ്കടവും ഉണ്ട് ഈ നിമിഷത്തേക്ക്. പഠിപ്പിച്ച ടീച്ചർമാരോടും കൂട്ടുകാരോടും എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഈ സ്കൂളിൽ 5ാം ക്ലാസ്സിലാണ് വന്നത്. അന്ന് തൊട്ടും ഇന്ന് വരെ നല്ല അനുഭവങ്ങളാണ് ഈ സ്കൂളിൽ നിന്ന് കിട്ടിയത്. 8ാം ക്ലാസ്സിലാണ് എനിക്ക് എൻ്റെ ക്ലാസ് ടീച്ചർ ടീച്ചറിനെ കിട്ടിയത്. 10 ഡി എന്നുള്ള ബാച്ചിലാണ് എൻ്റെ ടീച്ചറിനെ കിട്ടിയത്. കുട്ടികളുടെ അച്ചടക്കവും ആ ഒരു കാര്യം ടീച്ചറിന് എപ്പോഴും മെയിനാണ്. ടീച്ചർ നമ്മുടെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ലൈഫാണ് എല്ലാം ആണ്. പിന്നെ എടുത്തു പറയേണ്ടത് അച്ഛ ക്ലാസ്സിൽ കയറിയ വൈബ് എന്ന് പറഞ്ഞ വൈബ്. പിന്നെ നമ്മുടെ ആ ഒരു ഇതിൽ നിൽക്കും. കോമഡി ആണ്, നമ്മളെ കളിയാക്കിക്കൊള്ളു. അതേപോലെ നോക്കണ്ട, അത്ര നല്ലൊരു സാറാണ്. പിന്നെ പഠിപ്പിച്ചിട്ടുള്ള പ്രിയ ടീച്ചർ, ശോഭ ടീച്ചർ സംബന്ധിച്ചൊന്നും പഠിപ്പിച്ചിട്ടില്ല. ശ്രീകുമാർ സാറ്, മനോജ് സാറ്,
ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചു. പിന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ വിജി ടീച്ചർ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ നൽകി. നല്ല അവസരങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അനുഭവങ്ങൾ പങ്കുവെച്ചതായിരുന്നു. വളരെ കോമഡി ആയിട്ട് തോന്നി. ഇനിയും നിങ്ങൾ ആർക്കെങ്കിലും അനുഭവം പങ്കുവെക്കാനുണ്ടെങ്കിൽ മുന്നോട്ട് വരാവുന്നതാണ്. പേരുകളൊന്നും വിളിക്കുന്നില്ല, മുന്നോട്ട് വരാം.
ആരാണ്